ഞാൻ അദ്ദേഹത്തിന് വിളിക്കട്ടെ. ഇത് സമയം കിട്ടിയിട്ടില്ല. നമുക്ക് എന്നെ വിളി വന്നുകൊണ്ടിരുന്നിട്ട് ഫോൺ എടുക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം എന്റെ അഭിപ്രായത്തിൽ നല്ലൊരു മുതിർന്ന നേതാവാണെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ അനുഭവവും കുറെ വർഷങ്ങളായിട്ട് നമ്മുടെ നേതൃത്വത്തിൽ ഒരു അത്യാവശ്യ അംഗമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അദ്ദേഹം മാറി നിൽക്കാൻ ഒരു ആവശ്യം ഞാൻ തോന്നി. എനിക്ക് നോക്കൂ, എല്ലാ തെരഞ്ഞെടുപ്പിലും സ്വാഭാവികമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. ആരും പറയുന്നില്ല ഈ ജനാധിപത്യത്തിൽ ഏത് പാർട്ടിയും 100% പെർഫെക്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു. ചില വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പറയാനുള്ളതും കേൾക്കണം നമ്മൾ നേതാവ്. അതിനെക്കുറിച്ച് സംശയമില്ല. പക്ഷേ മാറി നിൽക്കണതിന്റെ ആവശ്യമൊന്നുമില്ല. എല്ലാ ഇലക്ഷനിലും ചിലർക്കും വിജയം ചിലർക്ക് പരാജയം ഉണ്ടാവുമല്ലോ. എന്ത് പറ്റി തൃശ്ശൂരിൽ ആൾക്കാർ പഠിക്കും, സംശയമില്ല, പഠിച്ച് മനസ്സിലാക്കണം. മുരളീധരൻ ക്രൗഡ് പുള്ളറായ ഒരു നേതാവാണ്. ഇപ്പോഴും നിയമത്ത് വന്ന് മത്സരിച്ചു, നിർണായകമായ ഘട്ടങ്ങളിലെല്ലാം പാർട്ടിയെ നയിക്കുന്നത്. ആ നിലയിൽ ഒരു പരിഗണന അദ്ദേഹത്തിന് തൃശ്ശൂരിൽ നിന്ന് ലഭിച്ചില്ല. താഴെത്തട്ടിൽ പ്രവർത്തനം സജ്ജമായില്ല എന്നാണ് അദ്ദേഹത്തിന്റെ മാനസികമായ അദ്ദേഹത്തിന്റെ മടുപ്പുണ്ടാകുന്നത്. അദ്ദേഹത്തോട് നേരിട്ട് സംസാരിക്കട്ടെ എന്നിട്ട് പറയാം. പക്ഷേ എന്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിന് പരാതികൾ ഉണ്ടെങ്കിൽ അത് കേൾക്കാൻ തയ്യാറായിരിക്കണം നമ്മുടെ നേതൃത്വം. പക്ഷേ ഈ സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ നമ്മുടെ പാർട്ടിക്ക് എന്റെ അഭിപ്രായത്തിൽ അത്യാവശ്യമാണ്. തിരുവനന്തപുരത്തെ കാര്യങ്ങൾ കണക്കടിസ്ഥാനത്തിൽ പരിശോധന ആരംഭിച്ചോ? അതിനെ ഇപ്പോൾ പോകുന്നത് ആരംഭിക്കാൻ മാത്രമല്ല, അതിന് കുറച്ച് നീട്ടാൻ ആവശ്യമുണ്ട്. കാരണം ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ ഈ തലസ്ഥാന ഡിസ്ട്രിക്ട് ശരിക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം മാത്രമല്ല ആറ്റിങ്ങലിലും BJPയുടെ വലിയൊരു വളർച്ച കൊണ്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, പിന്നെ അഥവാ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ 16,000 വോട്ട് കൊണ്ട് തോറ്റിട്ടുണ്ടെങ്കിൽ ആറ്റിങ്ങലിലും മുരളീധരൻ 17,000 വോട്ടിനെ തോറ്റിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി എന്താണ് വിഷയങ്ങൾ, എന്താണ് ഫാക്ടേഴ്സ്, നമ്മളുടെ വഴിക്ക് എന്താണ് മെച്ചപ്പെടുത്തേണ്ടതെന്നൊക്കെ പഠിച്ച് മനസ്സിലാക്കണം. ഈ തരൂർജി, താങ്കൾ കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പിലും താങ്കളുടേതായ ഒരു സ്ട്രാറ്റജി ഉണ്ട്. അത് ഈ 4ാം തവണ സക്സസ് ആയി. പക്ഷെ പാർട്ടി എന്നുള്ള നില ആ നിലയ്ക്ക് ഒരു പിന്തുണ ഈ ജില്ലയിൽ ഇതൊക്കെ ചില കാര്യങ്ങൾ പാർട്ടിയുടെ അകത്ത് സംസാരിക്കുകയാണ് ഭേദം. ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ടെന്ന് ഞാൻ സമ്മതിച്ചു. പക്ഷെ അതിനേക്കാൾ കൂടുതൽ പറയാൻ എനിക്ക് ആഗ്രഹമില്ല. പ്രത്യേകിച്ച് ഈ സമയത്ത് നമ്മളെല്ലാവരും വലിയൊരു വിജയം. ശരിക്ക് ഈ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ BJP സർക്കാരിന് ഒരു വിജയം കിട്ടിയിട്ടില്ല. പക്ഷെ ഒരു പരാജയം പോലെ തോന്നുന്ന ഒരു വിജയമാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. ഞങ്ങളുടെ ഒരു പരാജയം നമ്മൾ വിജയം പോലെ തോന്നുന്ന ഒരു പരാജയമാണ്. ആ മൂഡിൽ നമ്മൾക്ക് ഈ സമയത്ത് നെഗറ്റീവ് മാത്രം നോക്കിയാൽ പോരാ. പല നല്ല കാര്യങ്ങളും നടന്നിട്ടുണ്ട് പാർട്ടിക്ക്, ഭാരതം മുഴുവനും, കേരളത്തിലും. 18 സീറ്റ് UDFന് കിട്ടിയത് നല്ലൊരു ആഘോഷിക്കാനൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും എടുത്തെടുപ്പ് തന്നെ ഒരു നെഗറ്റീവായിട്ട് സംസാരിക്കാൻ ആവശ്യമില്ല. എല്ലാ ചർച്ച ചെയ്യാനും മനസ്സിലാകാനും സമയം വരും. ഈ കഴക്കൂട്ടം, നേമം, വട്ടിയൂർക്കാവ് ഈ 3 മണ്ഡലങ്ങൾ, നഗരത്തിലെ മണ്ഡലങ്ങൾ, നഗരത്തിലെ തിരുവനന്തപുരം മണ്ഡലങ്ങളിലെ സിറ്റി ഏരിയയിലും നമ്മൾ പിന്നോട്ട് പോയി. അത് നേരത്തെ നമ്മൾ കണക്കുകൂട്ടിയിരുന്നത് 25,000 വോട്ട് അവർ വന്നു. അത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണോ? അത് നമ്മളെ വോട്ടിൽ നിന്ന് UDF ബാങ്കിൽ നിന്ന് വോട്ട് ബാങ്കിൽ നിന്ന് അടിയൊഴുക്കുണ്ടായി? അല്ല, കുറച്ച് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്റെ അഭിപ്രായത്തിൽ ഞങ്ങൾക്ക് ആ സമയത്ത് തന്നെ കണ്ടത് നേമത്തിലും വട്ടിയൂർക്കാവിലും ഞങ്ങളുടെ പ്രചരണത്തിൽ ചില കുറവുണ്ടായിരുന്നു. അത് പാർട്ടിയുടെ അകത്ത് ചർച്ച ചെയ്യാനുള്ള വിഷയമാണ്. കഴക്കൂട്ടത്തിൽ ഞങ്ങൾ ശരിക്കും ഒരു ഭാഗത്ത് പ്രത്യേകിച്ച് മഹാമോശം സ്ഥിതിയായിരുന്നു. ഇത് ഈ 3 എണ്ണത്തിൽ ഞങ്ങൾക്ക് വലിയൊരു ഞെട്ടാനൊരു സർപ്രൈസ് ആയിട്ടൊന്നും ഇല്ല. ഇതെല്ലാറ്റിലും നമ്മൾക്ക് ഉറപ്പമായിരുന്നു കുറച്ച് പുറകെ ആയിരിക്കുന്നു. പക്ഷെ ഇത്ര പുറകെ ആവുന്ന ഒരു പക്ഷെ വിചാരിച്ചിട്ടുണ്ടാവില്ല. നിയമത്തിൽ നമ്മൾക്ക് ഒരു ഭാഗത്ത് പ്രത്യേകിച്ച് നല്ലൊരു പുരോഗതിയാണ് ഞങ്ങൾ കണ്ടത്. മറ്റേ ഭാഗത്ത് അത്ര നന്നായി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ചെറിയ ഒരു പരാജയമാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. ഇതൊരു വലിയൊരു പരാജയമായിരുന്നു നിയമത്തിൽ. മറ്റേ 2 സ്ഥലത്തിൽ മോർ ഓർ ലെസ് ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ എണ്ണം വന്നത്. പക്ഷേ അത് പോരാ. നമ്മൾക്ക് ഇതെല്ലാം ഞാൻ 3 തവണ ജയിച്ച വട്ടിയൂർക്കാവാണ്, ഞാൻ 2 തവണ ജയിച്ച കഴക്കൂട്ടമാണ്, പിന്നെ ഒറ്റ ഒരു സമയത്ത് നിയമം ജയിച്ചിട്ടുള്ളൂ. പക്ഷെ എന്നാലും ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി ഇനി മുന്നോട്ട് പോകുമ്പോൾ ഞാനോ ഇനി വരാൻ പോകുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കോ എന്തൊക്കെയാണ് ശരിയായി ചെയ്യാനുള്ളതെന്ന് നമ്മൾ പഠിച്ച് മനസ്സിലാക്കണം. ഒരു പാർട്ടി പറഞ്ഞാൽ ഒരു വ്യക്തിയല്ലല്ലോ, ഒരു സ്ഥാപനമാണ്. പാർട്ടിക്ക് ഭാവിയെക്കുറിച്ച് പല കാര്യങ്ങൾ ചെയ്യാൻ. അതിന് മുമ്പ് അടുത്ത വർഷം നമുക്ക് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇലക്ഷൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കറിയാമല്ലോ നിയമസഭ വരുന്നുണ്ട്. ഇതിലെല്ലാറ്റിലും കോൺഗ്രസ് പാർട്ടി നല്ലൊരു സ്ഥാനത്ത് വരണ ആഗ്രഹമുണ്ടെങ്കിൽ ആഗ്രഹമുണ്ടല്ലോ അതിനുവേണ്ടി എന്തൊക്കെയാണ് പാഠങ്ങൾ പഠിക്കേണ്ടതെന്ന് ആ ചർച്ച കേരളത്തിലും ഡൽഹിയിലും നടത്തേണ്ടത്. അതായത് ദേശീയ രാഷ്ട്രീയത്തിൽ TDP BJP ആയിട്ട് വിലപേശൽ ആരംഭിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള അടിയൊഴുക്കുകൾ ഇനി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനെക്കുറിച്ച് ഞാൻ ഡൽഹി പോയ ശേഷം നോക്കിയിട്ട്
കേട്ടിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളെ പോലെ ഞാനും കേട്ടിട്ടുള്ള ഇവിടെ റൂമേഴ്സൊക്കെ. പക്ഷേ എണ്ണം നോക്കി മനസ്സിലാക്കണം നമുക്ക് കാര്യങ്ങൾ. പ്ലസ് രാഷ്ട്രപതിക്ക് ഒരു വലിയൊരു കൈയുണ്ട് ഇതിൽ. കാരണം ലാർജസ്റ്റ് സിംഗിൾ പാർട്ടി, ലാർജസ്റ്റ് സിംഗിൾ ഫ്രീ പോൾ അലയൻസ്, ഇതൊക്കെ നോക്കുമ്പോൾ എന്റെ മനസ്സിൽ സാധ്യത കൂടുതലാണ് അവരെന്നെ വീണ്ടും 3ാം തവണ ഭരിക്കും. പക്ഷെ ഇത് ഞാൻ പറഞ്ഞ പോലെ ഇതൊരു വലിയൊരു പരാജയമായ ഒരു ഭരണമായിരിക്കാൻ പോകുന്നതല്ല. അപ്പോൾ അവർക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ടാവും, ഒരു സംശയമില്ല. BJPക്ക് ഒരിക്കലും അവരുടെ കാൽക്കുലേഷൻ ഉണ്ടായിട്ടില്ല അവർക്ക് ഇത്ര വലിയൊരു വീഴ്ചയുണ്ടാവും. 303 അവർ വീണിരിക്കുന്നത് 241 2 അത് വലിയൊരു വീഴ്ചയാണ്. അപ്പോൾ അവർക്ക് ഇനി അത്ര എളുപ്പത്തിൽ ഘടകകക്ഷിയില്ലാണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അത് 2 ഘടകകക്ഷി, മിനിമം 3 ഘടകകക്ഷികൾ അവരിപ്പോൾ നിന്നാൽ അവർക്ക് ഭൂരിപക്ഷം വരെ എത്താൻ സാധിക്കും ഓരോരോ വിഷയത്തിൽ. അപ്പോൾ അവരുടെ ഭരണത്തിന്റെ സ്റ്റൈലേ ഒരു വലിയൊരു മാറ്റം നമുക്ക് കാണിച്ചു തരാൻ പോവുകയാണ്. ഒരു സംശയമില്ല, നല്ലൊരു മാറ്റം വരും. കാരണം അവർക്ക് ഇഷ്ടപ്രകാരം അവർ ചെയ്തിട്ട് മറ്റേവരോട് ടേക്കിട്ടോ ലീവിത്തോ പറയണമെന്ന് നടക്കില്ല. TDPന്റെ ആദ്യത്തെ അനുഭവം അവർ ഘടകകക്ഷിയിലായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അകാലിദളിന്റെ അനുഭവം, അല്ലെങ്കിൽ ഒരു കാലത്ത് നവീൻ പട്നായിക്കിന്റെ അനുഭവം.